Welcome students. Physica Coaching Center inde CSIR Net Set Physics Coaching ilekku ellarkum swagatham. appo nammal innu start cheyyunnathu CSIR Net num adupole thanne set num vendittulla coaching inde oru demo session aanu. appo ningalku ellarkum ariyam ee physics net exam aanengilum set exam aanengilum രണ്ടും multiple choice questions formattiലുള്ള questions ആണ്. സെറ്റിന്റെ ഒരു പ്രത്യേകത ഈ ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് സെറ്റ് എക്സാമിന്റെ പ്രത്യേകത. അതേസമയത്ത് നെറ്റ് എക്സാമിന്റെ പ്രത്യേകത ഇവിടെ നെഗറ്റീവ് മാർക്ക് 0.25 മാർക്ക് ഒരു മാർക്കിന്റെ ചോദ്യത്തിന്റെ ക്വസ്റ്റ്യന്റെ മാർക്കിന് 0.25% കുറയും എന്നുള്ളതാണ് നെറ്റ് എക്സാമിന്റെ കട്ട് ഓഫ് നെഗറ്റീവ് മാർക്കിന്റെ പ്രത്യേകത. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നെറ്റ് എക്സാമിനാണെങ്കിൽ നമുക്ക് 3 പാർട്ടാണ് എക്സാം. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എയിൽ നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. പാർട്ട് ബിയും സിയും നമ്മുടെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. അതേസമയത്ത് സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ പറയുകയാണെങ്കിൽ 2 പാർട്ടുകളായിട്ട് അല്ലെങ്കിൽ ഫോർനൂൺ ആഫ്റ്റർനൂൺ 2 സെക്ഷനുകളായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പാർട്ട് എ പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ നോളേജുമാണ്. അത് മെജോറിറ്റി സ്റ്റുഡൻസും ക്വാളിഫൈ ചെയ്യുന്ന ഒരു പേപ്പറാണ് പേപ്പർ 1 സെറ്റിന്റെ ഫിസിക്സിൽ. അതേസമയത്ത് പേപ്പർ 2 നമ്മുടെ സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പറാണ്. സെറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 പേപ്പറിനും കൂടിയിട്ട് പാസ് പെർസെൻറ്റേജ് മിനിമം. അതുപോലെ പേപ്പർ 1 സെപ്പറേറ്റ് പാസ്സാവണം, പേപ്പർ 2 സെപ്പറേറ്റ് പാസ്സാവണം. 45% ആണ് പേപ്പർ 1, പേപ്പർ 2 45, രണ്ടും കൂടി കൂട്ടിയിട്ട് 48 ആണ് സെറ്റിന്. CSIR നെറ്റിന്റെ കട്ട് ഓഫ് എക്സാം കഴിഞ്ഞിട്ട് ആണ് കട്ട് ഓഫ് അവർ പറയാറ്. നോർമലി 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വരുന്നത് 45% മുകളിലായിട്ടാണ്. അതായത് നമ്മളൊരു 90 മാർക്സ് എബോവ് സ്കോർ ചെയ്തിരിക്കണം. നമ്മൾ എയിം ചെയ്യേണ്ട ഒരു 100 മാർക്കാണ്. നെറ്റിന്റെ കാര്യത്തിൽ നമ്മൾ എയിം ചെയ്യേണ്ടത് 100 മാർക്കാണ്. സെറ്റിന് നമുക്ക് 120 നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ പഠിച്ചാൽ 120 മാർക്ക് തന്നെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നെറ്റും സെറ്റിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും MCQ ടൈപ്പ് ആണ്. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നെറ്റിന് ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ പ്രോബ്ലംസ് ആണ്. നമ്മളിപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലാണെങ്കിലും ക്വാണ്ടം മെക്കാനിക്സിലാണെങ്കിലും അതിനകത്തെ പ്രോബ്ലംസ് ആണ് CSIR നെറ്റ് എന്ന പേപ്പറിൽ ഫോക്കസ് ചെയ്യുന്നത്. അതേസമയത്ത് സെറ്റിന് പ്രോബ്ലംസും ചോദിക്കും. അതേ സമയത്ത് കമ്പാരിറ്റീവ്ലി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തിയറിറ്റിക്കൽ പാർട്ടിൽ നിന്നാണ് കൂടുതൽ സെറ്റിൽ ചോദിക്കാറ്. നമ്മൾ 1 വേർഡ് പോലെ പഠിച്ച് മറന്നു പോയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ സെറ്റിൽ ചോദിക്കാറുണ്ട്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഡെപ്ത് വളരെ ഹൈ ലെവലിലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ചിലത് നമ്മൾ വിട്ടുപോകും. അത്രയും ചില സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചോദിക്കുമ്പോൾ നമുക്കത് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് നമുക്കത് ആൻസർ കിട്ടാത്തത്. ഇങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് സെറ്റ് ഫിസിക്സിനെ പലരും ഫേസ് ചെയ്യാറ്. നമ്മൾ കണ്ട് മറന്നുപോയ പരിചിതമായ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിരിക്കും, പക്ഷെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് മറ്റൊരു കാര്യം, ഇതിന്റെ സിലബസ് കോമൺ ആണ്. CSIR നെറ്റിനും സെറ്റിനും സിലബസ് സെയിം ആണ്. നമുക്ക് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം 9 പേപ്പറുകളാണ് നെറ്റിനും സെറ്റിനുമായിട്ട് നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഉണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്, ഇലക്ട്രോ ഡൈനാമിക്സ് ഉണ്ട്, ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ട്, ആറ്റോമിക് ആൻഡ് മോളിക്യുലർ ഫിസിക്സ് ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ഉണ്ട്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. അപ്പോൾ ഈ 9 പേപ്പറിൽ നിന്നും സെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേപ്പർ, ഫോർ എക്സാമ്പിൾ നമ്മൾ മാത്തമാറ്റിക്കൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 12 മുതൽ 15 ക്വസ്റ്റ്യൻസ് വരെ ഒരു പേപ്പറിൽ നിന്ന് ചോദിക്കാം. 12 മുതൽ 15 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്കലിൽ നിന്ന്, 12 ക്വസ്റ്റ്യൻസ് ക്വാണ്ടം മെക്കാനിക്സ്, മിനിമം 12 എണ്ണമെങ്കിലും ഒരു സബ്ജക്റ്റിന് സെറ്റിനെ സംബന്ധിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അതേസമയത്ത് നെറ്റ് എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒരു പ്രീവിയസ് 5 ഇയേഴ്സ് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പോകുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻസ്, മിനിമം 7 ഷുവറാണ്. മാത്തമാറ്റിക്കലിൽ നിന്ന് ഒരു 7 ക്വസ്റ്റ്യൻസ്. ഇലക്ട്രോണിക്സ് ആണ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു നിന്നിരുന്നത്, പക്ഷെ അതിപ്പോൾ കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് ഇലക്ട്രോണിക്സും കാര്യങ്ങളുമാണ്. മിനിമം 7 ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിൽ നിന്ന് ഷുവറായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കൊന്നും ലീവ് ചെയ്യാനില്ല, എന്നാൽ ചില ടോപ്പിക്സ് നമുക്ക്
പഠിക്കാതിരിക്കാൻ, അങ്ങനെ ചിലത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാലും നമുക്കിതൊക്കെ ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിങ് സെൻ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന 3 ടീച്ചേഴ്സാണ്. നിങ്ങൾക്ക് ഫിസിക്സ് ഹാൻഡിൽ ചെയ്യുന്ന 3 ടീച്ചേഴ്സാണ്. അപ്പോൾ 3 ടീച്ചേഴ്സ് 3 സെപ്പറേറ്റ് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകും. നമ്മൾ 3 മാസത്തെ ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോച്ചിങ് സെൻ്റർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രിക്ക് കിട്ടാത്തതായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഒരു തിയറി മറന്നുപോയതായിരിക്കും, ചിലപ്പോൾ അത് ചെയ്യാനുള്ള സ്റ്റെപ്പ് വിട്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോച്ചിങ്, നമ്മളൊരു ക്ലാസ് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സൊല്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കും നമ്മുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തവണ ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും തന്നെ CSER നെറ്റ് അല്ലെങ്കിൽ സെറ്റിന് അപ്ലൈ ചെയ്യുന്നവർ എല്ലാം ക്രാക്ക് ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹാർഡ് വർക്കാണ് എല്ലാത്തിനും ഉള്ള ഒരു എല്ലാ സക്സസിനും റീസൺ ഈസ് ഹാർഡ് വർക്കിംഗ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, അസൈൻമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുക, ഡൗട്ടുകളെ ചോദിക്കുക, റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെമോ സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഫോമാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് നമ്മളൊരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയാൽ ആ ഇക്വേഷനിൽ നമ്മളൊരു ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് ആ ഇക്വേഷൻ ഉണ്ട് എങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ d² y ഡിവൈഡഡ് ബൈ dx² പ്ലസ് 2dy ബൈ dx പ്ലസ് 4y ഇസ് ഈക്വൽ ടു 0. ഇവിടെ 2 വേരിയബിൾ നിങ്ങൾക്ക് കാണാം. 2 വേരിയബിൾ എക്സും അതുപോലെ തന്നെ വൈയും. ഈ 2 വേരിയബിളിൽ ഒരു വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. y ഇവിടെ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതേസമയത്ത് എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 2 വേരിയബിൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ദർ ഈസ് 2 വേരിയബിൾ, വൺ ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് അതർ ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലും 2 ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലും. എന്താണ് ഡിഗ്രി, എന്താണ് ഓർഡർ എന്ന് നമുക്ക് പഠിക്കാം. അതിനുമുമ്പ് എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, 2 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരേ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നമുക്കൊരൊറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളൂ. ഇവിടെയും d² y ബൈ dx². അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതേസമയത്ത് ഒന്നിൽ കൂടുതൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ d² psi ബൈ dx² പ്ലസ് d² psi ബൈ dy² പ്ലസ് d² psi ബൈ dz². അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ എക്സാമ്പിളിൽ എക്സ്, വൈ, സെഡ് എന്തൊക്കെയാണ്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസ് ഉണ്ട്. 3 എണ്ണം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ മോർ ദാൻ 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരികയാണെങ്കിൽ ദേ ആർ നോൺ ആസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 2 നമുക്ക് ഫെമിലിയർ ആണ്. ഇപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. വേവ് ഇക്വേഷൻ്റെ ഇക്വേഷൻ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ടൈപ്പ് നമുക്ക് നോക്കാം. അടുത്ത ടൈപ്പ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെഫിനേഷൻ ചെയ്തിരിക്കുന്നത് ഡിഗ്രി 1ഉം ഓർഡർ എന്ത് വേണമെങ്കിലും ആകാം. അതേസമയത്ത് നോൺ ലീനിയർ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1ഉം ഓർഡർ എനി ഓർഡർ ആകാം. അപ്പോൾ എന്താണ് ഈ ഡിഗ്രി ആൻഡ് ഓർഡർ? ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്? d² y by dx² plus
2 dy by dx plus 4y is equal to 0. ഇപ്പോൾ ഇതിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ്? ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഈ ഇക്വേഷനിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ആണ് അല്ലെ. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അതാണ് ഈ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറഞ്ഞത്. അപ്പൊ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അതാണ് നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. ഇനി ഡിഗ്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ്, ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ എത്രയാണ്? ഇവിടെ നമുക്ക് പവർ വേറെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ പവർ 1 ആണ്. അത് ആ പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രി ഇവിടെ 1 ആണ്. അപ്പോൾ 1 ഡിഗ്രി ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ വി കോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. രണ്ടാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സെക്കൻഡ് ഓർഡർ ആണ് ഇവിടെ. അപ്പോൾ ഓർഡർ എന്ത് വേണമെങ്കിലും ആകാം, സെക്കൻഡ് ആകാം, ഫസ്റ്റ് ആകാം, തേർഡ് ആകാം. പക്ഷെ ഇവിടെ ഡിഗ്രി നോക്കി, സെക്കൻഡ് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ ഓർഡർ 2 ആണ്. എന്നാൽ അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്? 3 ആണ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ. ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഓർഡിനറി പാർഷ്യൽ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ആണ്. അത് ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡെഫിനേഷൻസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ നമ്മൾ ഓർഡർ എന്ന് പറയുന്നു. ആൻഡ് പവർ ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നു. ഇവിടെ മറ്റൊരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഷുഡ് ബി ഫ്രീ ഫ്രം ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെൻ ദേ ആർ ഫ്രീ ഫ്രം ഫ്രാക്ഷൻസ്, അതായത് ഈ പവറുകൾ ഒരിക്കലും ഫ്രാക്ഷൻ ആവാൻ പാടില്ല. ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്തിട്ട് ഏതാണോ പവർ വരുന്നത് അതാണ് ഡിഗ്രി. നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഹയസ്റ്റ് ഓർഡർ ഏതാണ്? എളുപ്പത്തിൽ പറയാം സെക്കൻഡ് ഓർഡർ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഓർഡർ 2 ആണ്. പക്ഷെ നമുക്ക് ഡിഗ്രി കാണണമെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്കൊരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രാക്ഷൻ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 1/3 ആണ്. അപ്പൊ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാ ടേമിനെയും 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും? 1/3 3 ക്യാൻസൽ ആയിപ്പോയി. ഫ്രാക്ഷൻ അങ്ങനെ തന്നെ പോയി. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ്, അതിന്റെ പവർ എത്രയാണ്? 3. അപ്പോൾ ക്വസ്റ്റ്യന്റെ ഡിഗ്രി എത്രയാണ്? 3 ആണ്. ഇതാണ്. അപ്പോൾ ഫ്രാക്ഷൻ വന്നാൽ ആ ഫ്രാക്ഷൻ LCM കണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ പോയിക്കോളും. അപ്പൊ ഇങ്ങനെയാണ് ഡിഗ്രി കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാലോ. ഇവിടെ ഓർഡർ എത്രയാണ്? ഹയസ്റ്റ് ഡെറിവേറ്റീവ് തേർഡ് ആണ്. അപ്പോൾ ഓർഡർ ഇസ് ഈക്വൽ ടു 3. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ LCM വരുമ്പോൾ എന്തുവരും? 3 × 2 6 ആണ് ഇവിടെ LCM. അപ്പോൾ 6 വെച്ചിട്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുവരും? ഇവിടെ ക്യാൻസൽ ചെയ്ത് 2 വന്നു, ഇവിടെ ക്യാൻസൽ ചെയ്ത് 3 വന്നു. അപ്പോൾ ഞാൻ ഇത് ഇക്വേഷൻ റീറൈറ്റ് ചെയ്ത് എഴുതാം. d³ ഹോൾ റേസ് ടു 2 പ്ലസ് d²y/dx² ഹോൾ റേസ് ടു 9 ഇസ് ഈക്വൽ ടു 0. ഹയസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയ 9 എഴുതരുത്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓർഡർ ഏതാണ്? തേർഡ് ആണ്. അതിന്റെ പവർ ആണ് നമ്മുടെ ഡിഗ്രി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലെ ഡിഗ്രി എത്രയാണ്? ഡിഗ്രി ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ ഡിഗ്രി കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോർമലി ഗേറ്റിനും സെറ്റിനും ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഫ്രാക്ഷൻ എലിമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് മാത്രമേ ഉള്ളൂ. ബാക്കി തന്നിരിക്കുന്ന ഡയറക്റ്റ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് ഡിഗ്രി ഓർഡർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഇനി പഠിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ 1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഓർഡർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx. അതിന്റെ 5 ടൈപ്പ് സൊല്യൂഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 ടൈപ്പ് സൊല്യൂഷൻസ്. അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് ആണ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ നമ്മുടെ ഇക്വേഷൻ എഴുതുന്ന ഫോമാറ്റ് ഇതാണ്: m of x dx plus n of y dy equal to 0.
ഈ രീതിയിലാണ് നമുക്ക് ഇക്വേഷൻ തരുന്നത്. അതായത് എക്സിന്റെ ഒരു വേരിയബിൾ ഒരു സെറ്റ്, വൈയുടെ ഒരു വേരിയബിൾ മറ്റൊരു സെറ്റ്. അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെങ്കിൽ വി ചൂസ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. മെത്തേഡ് എന്താണ്? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക ആൻഡ് ആൻസർ എഴുതുക. മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് നമ്മൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നമുക്ക് ആ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് വേരിയബിൾ സെപ്പറബിൾ? ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനിലെ വേരിയബിൾ സെപ്പറബിൾ വരുന്നത് നമ്മൾ എനർജിയുടെ ഇക്വേഷൻ ഐഗൻ വാല്യൂ എഴുതാം. ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ എനർജി ഐഗൻ വാല്യൂ ദാറ്റ് ഈസ് ഐ എച്ച് കട്ട് ഡോ psi ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു ഇ psi. ഇത് എനർജിയുടെ ഐഗൻ വാല്യൂ റിലേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം രണ്ട് വേരിയബിൾ ഉണ്ട്. ഒന്ന് സൈയും മറ്റത് ടിയുമാണ്. വേരിയബിൾ സെപ്പറബിൾ ആക്കണമെങ്കിൽ വേരിയബിൾസിനെ എല്ലാം ഒരേപോലത്തെ വേരിയബിളിനെ ഒരു സൈഡിലോട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ സൈ ഒക്കെ ഒരു സൈഡിലും ടി ഞാൻ ഒരു സൈഡിലും എഴുതുകയാണ്. അപ്പോൾ എന്ത് വരും? നമുക്ക് എങ്ങനെ എഴുതാം? ഐ എച്ച് കട്ട് ഈ സൈനെ LHS വരുമ്പോൾ 1/psi ഡോ psi ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡോ ടി. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഐ എച്ച് കട്ട് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇൻ്റഗ്രേഷൻ്റെ വെളിയിൽ ഇട്ടത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാം 1/psi ഇൻ്റഗ്രേഷൻ എന്താണ്? ലോഗ് psi ആണ്. സോ 1/psi ഇസ് ഈക്വൽ ടു അവിടെ ഒരു ഐ എച്ച് കട്ട് ഉണ്ട്. ലോഗ് psi ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ടി പ്ലസ് സി. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സി കണ്ടുപിടിക്കാം. നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ കേസിലെ ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ എന്താണ് ഇനീഷ്യൽ കണ്ടീഷൻ? അത് ഇനീഷ്യൽ ടൈം, അതായത് ടി ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ സൈ വേവ് ഫംഗ്ഷൻ എന്താണ്? സൈ ഈസ് ഈക്വൽ ടു സൈ 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? ഐ എച്ച് കട്ട് ലോഗ് സൈ 0 ഇസ് ഈക്വൽ ടു ടി 0 ആണ് 0 പ്ലസ് സി. അപ്പോൾ സിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ എനിക്ക് ഇക്വേഷൻ എന്ത് കിട്ടി? ഐ എച്ച് കട്ട് ലോഗ് സൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ടി പ്ലസ് ഐ എച്ച് കട്ട് ലോഗ് സൈ 0. നമുക്ക് ഈ ലോഗിന്റെ ടേം അല്ലെങ്കിൽ സൈയുടെ ടേം ഒക്കെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ ഐ എച്ച് കട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഐ എച്ച് കട്ട് കോമൺ ആണ്. അപ്പോൾ കോമൺ ആയിട്ട് എഴുതിയിട്ട് ലോഗ് സൈ LHSലോട്ട് വരുമ്പോൾ മൈനസ് ലോഗ് സൈ 0 ഈക്വൽ ടു ഇ ഇൻറ്റു ടി. ഇത് ഏത് ഫോമിലാണ്? ലോഗ് എ മൈനസ് ലോഗ് ബി. നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് എ ബൈ ബി. അപ്പോൾ ആ ഫോമിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ നെക്സ്റ്റ് പേജിൽ എഴുതുകയാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഐ എച്ച് കട്ട് ലോഗ് സൈ ഡിവൈഡഡ് ബൈ സൈ 0 ഈക്വൽ ടു ഇ ഇൻറ്റു ടി. ഐ എച്ച് കട്ട് RHSലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ലോഗ് സൈ ബൈ സൈ 0 ഈക്വൽ ടു ഇ ടി ഡിവൈഡഡ് ബൈ ഐ എച്ച് കട്ട്. ഓർ ലോഗ് കളയാനായിട്ട് എന്ത് എഴുതാം? സൈ ബൈ സൈ 0 ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് ഇ ടി ബൈ ഐ എച്ച് കട്ട്. ഓർ സൈ നമുക്ക് എങ്ങനെ എഴുതാം? സൈ ഈസ് ഈക്വൽ ടു സൈ 0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഓഫ് ഇ ടി ഡിവൈഡഡ് ബൈ ഐ എച്ച് കട്ട്. ഓക്കെ, ഇത് ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ വേവ് ഫംഗ്ഷന്റെ ഫോർമുലയാണ്. നമുക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ ഒരു ഐഗൻ വാല്യൂ ഇക്വേഷൻ എഴുതി. നമ്മൾ യൂസ് ചെയ്ത മെത്തേഡാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മളിവിടെ യൂസ് ചെയ്ത മെത്തേഡ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണ്. അത് പഠിക്കാനാണ് നമ്മളിത് യൂസ് ചെയ്തത്. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ നിന്നാണ് നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ സൊല്യൂഷൻ വന്നത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ, നമുക്കൊരു ഇക്വേഷൻ തരും, എന്നിട്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ വേരിയബിൾ സെപ്പറബിൾ ആയിട്ട് എഴുതാൻ, സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊരു 5 മെത്തേഡ് ഉണ്ട്. 5 മെത്തേഡിൽ ബാക്കിയുള്ള മെത്തേഡ് ആയിരിക്കും. ഓക്കെ, നമുക്കിനി മറ്റൊരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആണ്. അല്ല, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. റേഡിയോ ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി വേരിയബിൾ സെപ്പറബിളിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഹോംവർക്ക് ആയിട്ട്. മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്.
ഓക്കെ, ഇപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, 1 second, ലോ ഓഫ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തരാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ is proportional to the rate of change in temperature is proportional to change in temperature. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റിന്റെ ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതുകയാണ്. റേറ്റ് ഡി കെ ആണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ കുറയുന്നതാണ്. ഡി ടി ബൈ ക്യാപിറ്റൽ ടി ടെമ്പറേച്ചറും ടി ടൈമാണ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഫൈനൽ ടെമ്പറേച്ചർ ടി എഫ് മൈനസ് റൂം ടെമ്പറേച്ചർ. അതായത് നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഒരു റൂം തന്നിട്ടുണ്ട്. സറൗണ്ടിങ് ടെമ്പറേച്ചർ ഇതിനകത്ത് ഉണ്ടാവും. സറൗണ്ടിങ് ടെമ്പറേച്ചർ, അതായത് റൂമിലാണ് വയ്ക്കുന്നതെങ്കിൽ റൂം ടെമ്പറേച്ചർ. നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, ആ ഒബ്ജക്റ്റിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട് ടി. അപ്പോൾ അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ചേഞ്ചിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. റേറ്റ് ഓഫ് ഡി കെ എന്ന് എഴുതിക്കോളും, അപ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ ഡി കെ എന്ന് പറഞ്ഞാൽ കുറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തിയറി ഫോക്കസ് ചെയ്യണ്ട, നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കി, ഇവിടെ ടെമ്പറേച്ചറും ടൈമും രണ്ട് വേരിയബിൾ ആണ്. അപ്പോൾ അതെന്ത് ചെയ്യാം, വേരിയബിൾ സെപ്പറബിൾ. ആകെ വേറെ ഒന്നുമില്ല, നമുക്കത് വേരിയബിൾ സെപ്പറബിൾ ആക്കാം. ടെമ്പറേച്ചർ ഒരു സൈഡിലും ടൈം ഒരു സൈഡിലോട്ട് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊപ്പോർഷണാലിറ്റി മാറ്റാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഡി ടി ബൈ ഡി സ്മോൾ ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി മൈനസ് ടി സീറോ. ഇനി നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ആക്കാം. അപ്പോൾ എന്ത് വരും, 1 ബൈ ടി മൈനസ് ടി സീറോ ഡി ടി ഈക്വൽ ടു മൈനസ് അപ്പുറത്ത് കൊണ്ടുപോവാണ് കെ ഇൻറ്റു ടൈം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കെ ഇൻറ്റു ഡി ടി ആണ് കേട്ടോ, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നോക്കി, ഇവിടെ ലോഗ് ടി മൈനസ് ടി സീറോ ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി. അപ്പോൾ സി കാണാൻ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്, ഇനീഷ്യൽ കണ്ടീഷൻ അറ്റ് ടൈം 0 ആണെങ്കിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും, ബോഡിയുടെ ടെമ്പറേച്ചർ ടി ഇനീഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫൈനൽ ഇട്ട് പോവാം കേട്ടോ, ഇത് ഫൈനൽ. ഈ ഫൈനൽ എന്തായിരിക്കും, ഇനീഷ്യൽ ആയിരിക്കും. ടി എഫ് എന്തായിരിക്കും, ഇനീഷ്യൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തുവരും, ലോഗ് ടി ഐ മൈനസ് ടി സീറോ ഈക്വൽ ടു ടൈം 0 ആണ്, അപ്പോൾ 0 പ്ലസ് സി. അപ്പോൾ സി എനിക്ക് കിട്ടി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തുവരും, ലോഗ് ടി എഫ് മൈനസ് ടി സീറോ ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി എത്ര വന്നു, ലോഗ് ടി ഐ മൈനസ് ടി സീറോ. അപ്പോൾ ലോഗൊക്കെ ഒരു സൈഡിൽ എഴുതുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തുവരും, ലോഗ് ഓഫ്
TF minus T0 divided by TI minus T0 equal to minus KT. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിന്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് നമ്മളിവിടെ അപ്ലൈ ചെയ്ത വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് അതിന്റെ ആപ്ലിക്കേഷൻ പഠിച്ചു. ഇനി അത് ഉപയോഗിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. Okay, the question: a cup of coffee at 100 degrees Celsius is placed on the table where the room temperature is 20 degrees Celsius. It takes 5 minutes time to cool to 60 degrees Celsius. How long it takes to cool to 30 degrees Celsius? Okay, options: option A 5 minutes, option B 10 minutes, option C 15 minutes, option D 20 minutes. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കൊരു കപ്പ് ഓഫ് കോഫി തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതൊരു ടേബിളിൽ വെച്ചിട്ടുണ്ട്. ആ റൂം ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 60 ഡിഗ്രി ആകാനായിട്ട് 5 മിനിറ്റ് സമയം എടുത്തെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആകാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 2 പാർട്ടായിട്ട് നമുക്ക് എടുക്കാം. കേസ് എ. ഇനീഷ്യൽ എത്രയാണ്? ആദ്യം കപ്പ് ഓഫ് കോഫി 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. റൂം ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫൈനൽ എത്രയാണ്? 60 ഡിഗ്രി സെൽഷ്യസ്. അതെടുക്കാനുള്ള സമയം 5 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? നമുക്ക് കെ അറിയില്ല. കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ കെ വെച്ചിട്ട് വേണം രണ്ടാമത്തെ സെക്ഷനിൽ കേസ് ബി എന്താണ് പറയുന്നത്? കേസ് ബി ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 60 ഡിഗ്രി ആയി. അപ്പൊ കേസ് ബിയിൽ ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി ആണ്. വീണ്ടും 100 എടുക്കരുത്. കേസ് ബിയിൽ 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് റൂം ടെമ്പറേച്ചർ മാറുന്നില്ല, 20 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ഫൈനൽ എത്രയായി? 30 ഡിഗ്രി സെൽഷ്യസ് ആകാൻ വേണ്ട സമയം കണ്ടുപിടിക്കണം. ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിനകത്ത് നിന്ന് കെ നമുക്ക് കണ്ടുപിടിക്കണം. ആ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ടി കണ്ടുപിടിക്കാം, ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കൊടുത്തു നോക്കാം. എന്താണ് ഇക്വേഷൻ? ലോഗ് ടി എഫ് മൈനസ് ടി സീറോ ഡിവൈഡഡ് ബൈ ടി ഇനീഷ്യൽ മൈനസ് ടി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ലോഗ് ഫൈനൽ എത്രയാണ്? 60 മൈനസ് 20 ഡിവൈഡഡ് ബൈ 100 മൈനസ് 20 is equal to minus k into time 5. അപ്പോൾ ഞാൻ അടുത്ത പേജിൽ ചെയ്യാണ്. അപ്പോൾ ലോഗ് 60 മൈനസ് 20 എന്ന് പറഞ്ഞാൽ 40 ഡിവൈഡഡ് ബൈ 100 മൈനസ് 20 എന്ന് പറഞ്ഞാൽ 80. അപ്പോൾ ലോഗ് 4/8 ദാറ്റ് ഈസ് ലോഗ് 1/2. ഇതാണ് LHS കിട്ടുന്നത്. ലോഗ് 1/2 എനിക്ക് എങ്ങനെ എഴുതാം? ലോഗ് 1 മൈനസ് ലോഗ് 2. ലോഗ് 1 എന്താണ്? 0 ആണ്. അപ്പൊ 0 മൈനസ് ലോഗ് 2.
അപ്പോൾ എനിക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? മൈനസ് ലോഗ് 2 ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 5. അപ്പോൾ ഈ മൈനസ് മൈനസ് ക്യാൻസലായി. അപ്പോൾ കെ എനിക്ക് എന്ത് കിട്ടി? ലോഗ് 2 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ ആദ്യം ഇക്വേഷൻ എഴുതാം. ലോഗ് ടി ഫൈനൽ മൈനസ് ടി 0 ഡിവൈഡഡ് ബൈ ടി ഇനീഷ്യൽ മൈനസ് ടി 0. ഇത് കംപ്ലീറ്റ് ലോഗാണ് കേട്ടോ, ബ്രാക്കറ്റ് ഇട്ടില്ല എന്നേ ഉള്ളൂ. ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി. അപ്പോൾ ഇതിൽ ടി കാണാനാണ്. അപ്പോൾ നമുക്ക് ഫൈനലും ഇനീഷ്യലും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലോഗ് ഫൈനൽ എത്രയാണ്? 30 ഡിഗ്രി. 30 മൈനസ് റൂം ടെമ്പറേച്ചർ 20. ഇനീഷ്യൽ എത്രയാണ്? 60 മൈനസ് റൂം ടെമ്പറേച്ചർ 20 ഇസ് ഈക്വൽ ടു മൈനസ് കെ എത്രയാണ്? ലോഗ് 2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ടി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ എത്ര വരും? ലോഗ് 30 മൈനസ് 20 10 ആണ്, ബൈ 60 മൈനസ് 20 40 ആണ്. അപ്പോൾ 10 10 ക്യാൻസലായി, 0 0 ക്യാൻസലായി. അപ്പോൾ ലോഗ് 1/4. അപ്പോൾ ലോഗ് 1 മൈനസ് ലോഗ് 4 ദാറ്റ് ഈസ് ലോഗ് 1 0. അപ്പോൾ 0 മൈനസ് ലോഗ് 4. അപ്പോൾ എന്ത് കിട്ടി? മൈനസ് ലോഗ് 4. അപ്പോൾ നമുക്ക് ഇത് LHS ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? മൈനസ് ലോഗ് 4 ഈക്വൽ ടു മൈനസ് ലോഗ് 2 ബൈ 5 ഇൻറ്റു ടി. ഓക്കെ, മൈനസ് മൈനസ് ക്യാൻസൽ ആയിപ്പോയി. ലോഗ് 4 എനിക്ക് എങ്ങനെ എഴുതാം? ലോഗ് 2 സ്ക്വയർ എന്ന് എഴുതാം. ലോഗ് 2 സ്ക്വയർ ഈക്വൽ ടു ലോഗ് 2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ടി. ഈ ലോഗ് 2 എനിക്ക് എങ്ങനെ എഴുതാം? ഞാൻ സൈഡിൽ എഴുതുകയാണ്. ലോഗ് എക്സ് റൈസ് ടു എ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ലോഗ് എക്സ് എന്നാണ്. അപ്പോൾ എനിക്ക് ലോഗ് 2 സ്ക്വയർ എനിക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ലോഗ് 2 ഈക്വൽ ടു ലോഗ് 2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ടി. നോക്കി, രണ്ട് സൈഡിലും ലോഗ് 2 ഉണ്ട്. ഞാൻ ക്യാൻസൽ ചെയ്തു. ഈ 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 ഇൻറ്റു 5 10. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 10 ഇസ് ഈക്വൽ ടു ടി. അപ്പോൾ ടൈം എനിക്ക് എന്ത് കിട്ടി? 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ ടൈം എനിക്ക് 10 മിനിറ്റ്സ് കിട്ടി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ അറിയില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാം. ആദ്യം ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾസ് തന്നിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Solution of differential equation dx by dt is equal to x square. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. x of 0 is equal to 1. Will blows up at t is equal to. ടൈം കണ്ടുപിടിക്കാനാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻ ബ്ലോസ് അപ്പ്. നമ്മൾ നോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോസ് അപ്പ് എന്ന് പറഞ്ഞൊരു വേർഡാണ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇൻഫിനിറ്റി ആവുക എന്നുള്ളതാണ്. അതായത് ടി എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് എക്സ് ഇൻഫിനിറ്റി ആവുന്നത്. ബ്ലോസ് അപ്പ് ഇപ്പം എവിടെ കണ്ടാലും ഇൻഫിനിറ്റി ആവുക എന്നാണ് മീനിങ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, കിട്ടുമോ, ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള ഇക്വേഷൻ നോക്കാം. dx by dt is equal to x square. അപ്പോൾ നോക്കി, ഇത് പെട്ടെന്ന് വേരിയബിൾ സെപ്പറബിൾ ആക്കാം. എക്സും ടിയും മാത്രമേ ഉള്ളൂ. എക്സിനെ LHSലോട്ട് കൊണ്ടുവന്നാൽ വേരിയബിൾ സെപ്പറബിൾ ആക്കാം. അപ്പോൾ ഇക്വേഷൻ എന്തൊരു 1/x² dx is equal to t ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ dt. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, 1/x² ഞാൻ ആദ്യം ജനറൽ ഫോമിൽ എഴുതാം. x റൈസ് ടു n-ന്റെ ഇൻ്റഗ്രൽ dx is equal to x raised to n plus 1 divided by n plus 1. ഇതാണ്
x raised to n ന്റെ ഇന്റഗ്രേഷൻ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു മൈനസ് 1/x² എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു -2 ആണ്. അപ്പോൾ എക്സ് റൈസ് ടു -2 + 1 ഡിവൈഡഡ് ബൈ -2 + 1 LHS is equal to dt യുടെ ഇന്റഗ്രേഷൻ t പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? -2 + 1 എന്ന് വെച്ചാൽ എക്സ് റൈസ് ടു -1, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ? -x raised to -1 is equal to t plus c. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. t0 വരുമ്പോൾ x is equal to 1 ആണ്. t0 വരുമ്പോൾ x is equal to 1. അപ്പോൾ എനിക്കിത് എങ്ങനെ എഴുതാം? -1/x അല്ലെ, x raised to -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x. ഈ -1/x is equal to t plus c. t0 വരുമ്പോൾ x 1 ആണ്, അതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? -1 is equal to 0 plus c. That is c is equal to -1. അപ്പോൾ എനിക്ക് c കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? -1/x is equal to t minus 1. രണ്ട് സ്ഥലത്ത് ഈ മൈനസ് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 1/x is equal to 1 minus t. അപ്പോൾ x is equal to ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എന്ത് കിട്ടി? x is equal to 1/1 minus t. അപ്പോൾ എനിക്ക് x ന്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ ക്വസ്റ്റ്യൻ എന്താണ്? x ഇൻഫിനിറ്റി ആകുമ്പോൾ എപ്പോഴാണ് x ഇൻഫിനിറ്റി ആകുന്നത്? x ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ അത് ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ എന്ത് ചെയ്താൽ മതി? 0 ആയാൽ മതി. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. 1 minus t is equal to 0. Therefore t is equal to 1. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ എ, t is equal to 1. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച മെത്തേഡ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണ്. ഇത് 2011 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. CSIR നെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നീട് ഇത്തിരി ലെവൽ ഡിഫിക്കൽട്ട് ആയിട്ട് ഇങ്ങനെ കൂട്ടി വരികയാണ്. പക്ഷെ നമ്മൾ ഇതേപോലെ പഠിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഈസി ആയിട്ട് വരും. ഓക്കെ, മെത്തേഡ് മനസ്സിലാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ഹിന്റ് മാത്രം തരുള്ളൂ, നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx is equal to xy. ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു. If y is equal to 2 at x is equal to 0, then find the value of y at x is equal to 2. അപ്പോൾ ആദ്യം നമുക്കിത് വേരിയബിൾ സെപ്പറബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം dy/dx is equal to x into y. ഓക്കെ, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാലോ. അപ്പോൾ y ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? 1/y dy equal to x into dx. വേരിയബിൾ സെപ്പറബിൾ ആയി. ഇനി എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 1/y യുടെ ഇൻ്റഗ്രേഷൻ എന്താണ്? log y ഈക്വൽ ടു എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? x²/2 പ്ലസ് c. അപ്പോൾ നോക്കി, നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. x is equal to 0 വരുമ്പോൾ y യുടെ വാല്യൂ 2 ആണ്. അപ്പോൾ എന്ത് വരും? നമുക്ക് log 2 is equal to എക്സിന്റെ വാല്യൂ 0, അപ്പോൾ 0 പ്ലസ് c. അപ്പോൾ c എനിക്ക് എന്ത് കിട്ടി? log 2 എന്ന് c എനിക്ക് കിട്ടി. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? log y is equal to x²/2 പ്ലസ് log 2. log ഒക്കെ ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് വരും? log y മൈനസ് log 2 is equal to x²/2. log a മൈനസ് log b എന്ന് പറഞ്ഞാൽ log a/b. അപ്പോൾ log y/2 is equal to x²/2. log കളയുമ്പോൾ എന്ത് വരും? y/2 is equal to e raised to x² by 2.
or y is equal to 2 cross multiply ചെയ്യുക. അപ്പോൾ 2 into e raised to x square by 2. y എനിക്ക് കിട്ടി. ഇനി എൻ്റെ ചോദ്യം എന്താണ്? x 2 വരുമ്പോൾ y എത്രയാണ്? ഞാനപ്പോൾ അടുത്ത പേജിൽ എഴുതാണ്. x 2 വരുമ്പോൾ y എത്രയാണ്? അപ്പോൾ y എനിക്ക് എന്താ കിട്ടിയത്? y is equal to 2 into exponential x square by 2. അപ്പോൾ x 2 വരുമ്പോൾ y എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ x ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2 into e raised to x ന് 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 by 2. അപ്പോൾ എന്ത് വരും? 2 raised to e square. അപ്പോൾ y is equal to 2e square. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്തത് ഇനി ചെയ്യാനുള്ളത് ഈ വേരിയബിൾ സെപ്പറബിളിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഫാമിലി ഓഫ് കർവ് എന്ന് പറഞ്ഞത്. അപ്പോൾ വേരിയബിൾ സെപ്പറബിളിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഫാമിലി ഓഫ് കർവ്. അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫാമിലി ഓഫ് കർവിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് നോർമലി വരാറ്. അപ്പോൾ ഒന്ന് ഫൈൻഡ് കർവ്, ഫൈൻഡ് ദി കർവ്, അതേപോലെ ഫൈൻഡ് ദി കർവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദി ഓർത്തോഗണൽ ഫാമിലി. ഫൈൻഡ് ദി കർവ് ആൻഡ് ഫൈൻഡ് ദി ഓർത്തോഗണൽ ഫാമിലി. ഇതാണ് 2 ചോദ്യം ഈ ഫാമിലി ഓഫ് കർവിൽ നിന്ന് നമുക്ക് വരുന്നത്. അപ്പോൾ വേരിയബിൾ സെപ്പറബിളിലെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് വരാം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫാമിലി ഓഫ് കർവിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് തന്നെ 2 രീതിയിൽ ചോദിക്കാം. ഒന്ന് ഫൈൻഡ് ദി കർവ്, പിന്നെ ഫൈൻഡ് ദി ഓർത്തോഗണൽ ഫാമിലി. അപ്പോൾ ഞാൻ 2 എണ്ണം തരാം, 3 എണ്ണം നിങ്ങൾക്ക് ഒരു എക്സാം ഹോംവർക്ക് പോലെ നിങ്ങൾക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് നമുക്ക് തന്നിട്ടുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. dy by dx is equal to x by y. ഇതിന്റെ കർവ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് നമുക്ക് വേരിയബിൾ സെപ്പറബിൾ പെട്ടെന്ന് ആക്കാലോ. അപ്പോൾ എന്ത് വരും? y into dy equal to x into dx. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വേരിയബിൾ സെപ്പറബിൾ ആയി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? y square by 2 is equal to x square by 2 plus c. or നമുക്ക് എങ്ങനെ എഴുതാം? y square by 2 minus x square by 2 is equal to c. ഇത് ഏത് കർവിന്റെ ഇക്വേഷൻ ആണ്? ഇത് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നാണ്. അത് ഏത് കർവിന്റെ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ചത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് കർവ് കണ്ടുപിടിക്കാനായിട്ട് പറയും. ഓക്കെ, രണ്ടാമത്തെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ബാക്കി നിങ്ങൾക്ക് ഹോംവർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം. എന്ത് വരും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ dy by dx is equal to y by x. സെയിം വേരിയബിൾ സെപ്പറബിൾ ആക്കാം. അപ്പൊ എന്ത് വരും? 1 by y dy is equal to 1 by x dx. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1 by y എന്താണ്? log y equal to 1 by x എന്താണ്? log x plus. c എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, രണ്ടും ലോഗിന്റെ ടേം ആണ് വന്നത് എങ്കിൽ കോൺസ്റ്റന്റ് എഴുതുമ്പോൾ log c എന്ന് തന്നെ എഴുതണം, ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നോക്കിയേ, log c നമുക്ക് എഴുതുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? log a plus log b എന്താണ്? log a plus log b എന്താണ്? log a into b. അപ്പൊ അതുപോലെ എഴുതാലോ. അപ്പൊ എങ്ങനെ എഴുതാം? log y equal to
ലോഗ് എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു സി. രണ്ട് സ്ഥലത്തും ലോഗ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ y ഇസ് ഈക്വൽ ടു സി എക്സ്. ഇത് ഏത് ഫോമാണ്? നമുക്ക് പരിചിതമായിട്ടൊരു ഫോമാണ്. y ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന അതേ ഫോമിലാണ് ഈ y ഇസ് ഈക്വൽ ടു സി എക്സ് കിടക്കുന്നത് അല്ലേ? അപ്പൊ അത് ഏതിന്റെ ഇക്വേഷൻ ആണത്? y ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്, സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നാണ്, എന്നിട്ട് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ വെച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്തു. അപ്പൊ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് വരുന്നത്, ഫൈൻഡ് ദ കർവ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റിന് സാധാരണ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, സെറ്റ് എക്സാമിന് കേട്ടോ, കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? ഓർത്തോഗണാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു ഓർത്തോഗണൽ കണ്ടീഷൻ എഴുതുകയാണ്. ഓർത്തോഗണൽ കണ്ടീഷൻ ഓഫ് കർവ്. ഓർത്തോഗണൽ condition of curve is equal to m1 into m2 equal to -1. ഇതാണ് ഓർത്തോഗണൽ കണ്ടീഷൻ ഓഫ് കർവ്. അപ്പോൾ സെറ്റുകാരും ഇക്വേഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും വരിക കേട്ടോ. പല രീതിയിൽ വരാം. m1 plus m2 equal to -1, m1 by m2 equal to -1, അങ്ങനെ ഓപ്ഷൻസ് വന്നിട്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ സെറ്റിന് ഇത് ഫോക്കസ് ചെയ്ത് വെക്കുക, സെറ്റ് എക്സാമിന്. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രോബ്ലം എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഗിവൺ x square plus y square equal to c, a family of circle is family of circle. Find its orthogonal family. Find its orthogonal family. ഓർത്തോഗണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ ഈ m1 m2 എന്ന് പറഞ്ഞാൽ സ്ലോപ്പുകളാണ്. m1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കർവിന്റെ സ്ലോപ്പ്, m2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കർവിന്റെ സ്ലോപ്പ്. അപ്പോൾ ഓർത്തോഗണൽ ആയതുകൊണ്ട് അതിന്റെ കണ്ടീഷൻ എന്താണ്? സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ കർവ് എഴുതാം. x² + y² is equal to c. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2x into dx plus y² എന്താണ്? 2y into dy equal to c യുടെ എന്താണ്? കോൺസ്റ്റന്റ് 0. നോക്കിയേ, 2 ക്യാൻസൽ ചെയ്ത് കളയാലോ, കോമൺ അല്ലേ? 2 ക്യാൻസൽ ചെയ്തു. എന്നിട്ട് dy by dx എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? x into dx is equal to -y dy or dy by dx എങ്ങനെ എഴുതാം? dy by dx is equal to -x by y. ഇതാണ് നമ്മുടെ dy by dx എന്ന് പറഞ്ഞ സ്ലോപ്പ് ആണ്. അപ്പോൾ ഫസ്റ്റ് കർവിന്റെ സ്ലോപ്പ് m1 എനിക്ക് കിട്ടി -x by y. m1 കിട്ടിക്കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ നിന്ന് m2 കണ്ടുപിടിക്കാം. കണ്ടീഷൻ എന്താണ്? m1 m2 equal to -1. m1 എനിക്ക് കിട്ടി. അപ്പോൾ m2 കാണാൻ എന്ത് ചെയ്താൽ മതി? -1 by m1. അപ്പോൾ എന്ത് വരും? മൈനസ് മൈനസ് ക്യാൻസൽ ആയിപ്പോൾ m1ന്റെ റെസിപ്രോക്കൽ. അപ്പോൾ m2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? y by x കിട്ടി. m2 എന്ന് പറഞ്ഞാൽ y by x. m2 എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പാണ്, രണ്ടാമത്തെ കർവിന്റെ സ്ലോപ്പാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? dy by dx is equal to y by x. ഇതിന്റെ കർവ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇപ്പൊ പഠിച്ചുള്ളൂ. കർവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? വേരിയബിൾ സെപ്പറബിൾ അല്ലേ? നോക്കിയേ, dy by dx is equal to y by x എന്താണ്? നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ വേരിയബിൾ സെപ്പറബിൾ വെച്ചിട്ട് നമ്മൾ കർവ് കണ്ടുപിടിക്കണം. കർവ് നമുക്കിപ്പോ എന്ത് കിട്ടി? സ്ട്രെയിറ്റ് ലൈനിന് കിട്ടി.
അപ്പോൾ ഇതാണ് ഈ ഫാമിലി ഓഫ് സർക്കിളിന്റെ ഈ തന്നിട്ടുള്ള ഫാമിലി ഓഫ് സർക്കിളിന്റെ ഓർത്തോഗണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടിയത്? y is equal to cx എന്നായിരുന്നില്ലേ? ഇതാണ് നമ്മുടെ ഓർത്തോഗണൽ കർവ്. അപ്പൊ നമുക്കൊരു കർവ് തന്നിട്ട് അതിന്റെ ഓർത്തോഗണൽ കാണാനായിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് dy/dx കാണും. അതാണ് m1. എന്നിട്ട് നമ്മുടെ ഓർത്തോഗണൽ കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m1 m2 -1. എന്നിട്ട് m2 രണ്ടാമത്തെ സ്ലോപ്പ് കാണാം. അതിൽ നമ്മുടെ സ്ലോപ്പിന്റെ ഇക്വേഷൻ വെച്ചിട്ട് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ചിട്ട് കർവ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് മെത്തേഡ്. ഇതാണ് രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. സെറ്റിനും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് മെയിനായിട്ടത് ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. One second. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഫാമിലി ഓഫ് കർവ് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഗിവൺ x into y is equal to c. Find its orthogonal curve. Find its orthogonal curve. Options തരാം. Option A parabola, option B hyperbola, option C ellipse, option D circle. ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് കർവ് എടുക്കാം. x into y equal to c. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ ഒരു പ്രോഡക്റ്റ് റൂൾ എടുക്കണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് dy പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് dx ഈക്വൽ ടു സിയുടെ ഡെറിവേറ്റീവ് 0. dy/dx കാണാം. അപ്പോൾ x ഇൻറ്റു dy ഈക്വൽ ടു മൈനസ് y ഇൻറ്റു dx എന്ത് വരും? dy/dx is equal to minus y/x. ഫസ്റ്റ് സ്ലോപ്പ് കിട്ടി, m1 എനിക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? കണ്ടീഷൻ m1 ഇൻറ്റു m2 ഈക്വൽ ടു -1. അപ്പോൾ m2 എന്ത് വരും? -1 ഡിവൈഡഡ് ബൈ m1. അപ്പോൾ m2 എന്ത് വരും? മൈനസ് പോയി m1ന്റെ റെസിപ്രോക്കല് x/y. അതായത് dy/dx is equal to x/y. നമ്മൾ ചെയ്തതാണോ നമുക്ക് നോക്കാം. ഓക്കെ, dy/dx is equal to x/y. നമുക്ക് എന്താ കിട്ടിയത്? ഹൈപ്പർബോളയാണ് കിട്ടിയത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഹൈപ്പർബോള. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് അറിയാത്തതാണെങ്കിൽ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അറിയാവുന്നതായതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ട് ഹൈപ്പർബോള എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ സെറ്റുകാരും നെറ്റുകാരും രണ്ട് ഭാഗത്തിലുള്ള സ്റ്റുഡൻസും ഫോക്കസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ആണ് പഠിച്ചത്, വേരിയബിൾ സെപ്പറബിൾ. ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ആണ് പഠിക്കാൻ പോകുന്നത്, ലീനിയർ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഫോമിലാണെന്ന് വിചാരിക്കാം. dy/dx plus py q of x. py equal to q of x.
അപ്പോൾ പിയും എക്സിൻ്റെ ഫംഗ്ഷനാണ്, ക്യൂവും എക്സിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എഴുതുന്നത് എങ്ങനെയാണ്? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. അപ്പോൾ ഫോമുലയും മെത്തേഡും ഇക്വേഷനും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഏത് ഫോമിൽ വരുമ്പോഴാണ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ്. ഈ ഫോമിൽ തരുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? ലീനിയർ ഇക്വേഷൻ മെത്തേഡ്. ഓക്കെ, നമുക്കപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയേ, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? വൈ ഡാഷ് പ്ലസ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ് കേട്ടോ. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ വൈ ഡാഷ് പ്ലസ് 1/x ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3. ഇത് ആ ഫോമിലാണ്. പിയുടെ സ്ഥാനത്ത് എന്താണ്? 1/x ആണ്. ക്യൂയുടെ സ്ഥാനത്ത് എക്സ് ക്യൂബ് മൈനസ് 3. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കാണാം? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. അതായത് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. അപ്പോൾ ആദ്യം ഇൻ്റഗ്രൽ പി ഡി എക്സ് കാണാം. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ പി എന്ന് പറഞ്ഞാൽ 1/x dx. അപ്പോൾ എത്ര വരും? 1/xന്റെ ഇൻ്റഗ്രേഷൻ ലോഗ് എക്സ്. ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് എടുക്കില്ല കേട്ടോ, പ്ലസ് സി എടുക്കില്ല. കാരണം ബൗണ്ടറി കണ്ടീഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ വേരിയബിൾ കണ്ടീഷൻ ഒന്നുമില്ല. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്താണ്? ലോഗ് എക്സ്. അപ്പോൾ ലോഗ് എക്സ്. എക്സ്പോണൻഷ്യലും ലോഗും ക്യാൻസൽ ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടി? എക്സ് കിട്ടി. ഇനി നമ്മുടെ സൊല്യൂഷൻ്റെ ഫോം എന്താണ്? സൊല്യൂഷൻ എങ്ങനെയായിരുന്നു? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ എന്താണ്? എക്സ് ക്യൂബ് മൈനസ് 3 ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? എക്സ് ഡി എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു 4 മൈനസ് 3x ഡി എക്സ് പ്ലസ് സി. നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ സി ആയിട്ട് തന്നെ ഇടുക. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4ൻ്റെ എക്സ് റൈസ് ടു 5/5 മൈനസ് 3xൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. നമുക്ക് എല്ലാ സ്ഥലത്തും ഒരു എക്സ് കോമൺ അല്ല. അപ്പോൾ എക്സ് റൈസ് ടു ഇത് 4 ആകും, ഇവിടെ പോകും, ഇവിടെ ഒരു എക്സ് താഴെ വരും. അപ്പോൾ സൊല്യൂഷൻ എന്താണ്? y ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4/5 മൈനസ് 3x/2 പ്ലസ് c/x. ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ചെയ്തത് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വച്ചിട്ടാണ്. നമുക്ക് തന്നിട്ടുള്ളത് ഏത് ഫോമിലായിരിക്കണം? dy by dx plus p into y equal to q of x. ആ ഫോമിൽ തന്നെയല്ലേ p into y equal to x ൻ്റെ ഒരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് ഏതാണ്? ലീനിയർ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നോക്കിയാൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് സ്ക്വയർ വൈ ഡാഷ് പ്ലസ് എക്സ് വൈ പ്ലസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ എക്സ്. ഇവിടെ ഒരു എക്സ് സ്ക്വയർ അധികമാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും എക്സ് സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നോക്കി, എക്സ് സ്ക്വയർ ക്യാൻസലായി. ഇവിടെ എക്സ് സ്ക്വയറും ഈ എക്സും ക്യാൻസലായി. എക്സ് സ്ക്വയർ ക്യാൻസലായി. അപ്പോൾ ഇക്വേഷൻ എനിക്ക് റീറൈറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. വൈ ഡാഷ് പ്ലസ് 1/x ഇൻറ്റു വൈ ഈക്വൽ ടു സൈൻ എക്സ്. നോക്കി, ഇത് പിയും ഇത് ക്യൂവും. ശരിയല്ലേ? ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് കാണാം? ഇൻ്റഗ്രൽ പി ഡി എക്സ് കാണാം. അതായത് ഇൻ്റഗ്രൽ 1/x dx. മിക്കവാറും അത് ലോഗ് ആയിരിക്കും കേട്ടോ, ലോഗ് എക്സ്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് എന്ത് വരും? ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ലോഗ് എക്സ്, ദാറ്റ് ഇസ് എക്സ്. ഇനി നമുക്ക് സൊല്യൂഷൻ കാണാം. സൊല്യൂഷൻ എന്ത് വരും? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ്
dx പ്ലസ് സി. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഇവിടെ ഞാനൊരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ട്രിക്ക്. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഞാൻ ഇങ്ങനെ എഴുതി, സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് ഞാൻ എഴുതി. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മാത്രം കാണുക, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ മാത്രം കാണുക. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എത്രയാണ്? 1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് സൈനസ് എക്സ് ആണ്, സൈൻ എക്സ് എത്രയാണ്? മൈനസ് കോസ് എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് 1 എത്രയാണ്? 0. ഡെറിവേറ്റീവ് ഓഫ് മൈനസ് കോസ് എക്സ് എത്രയാണ്? മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ചെയ്തത് എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഞാൻ എഴുതി, രണ്ടാമത്തെ ഫംഗ്ഷൻ ഞാൻ എഴുതി. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് ഡി ഇട്ടു, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കാണാനായിട്ട് ഇൻ്റഗ്രൽ ചിഹ്നം ഇട്ടു. എന്നിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 കണ്ടു, സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്. 1ൻ്റെ ഡെറിവേറ്റീവ് 0 കണ്ടു, മൈനസ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് സൈൻ എക്സ്. 0 1 വരെ ചെയ്താൽ മതി. എന്നിട്ട് ഇതാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, എക്സും മൈനസ് കോസ് എക്സ്, 1ഉം മൈനസ് സൈൻ എക്സും. അടുത്തത് ഉണ്ടായിരുന്നെങ്കിൽ 0, ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദെൻ ഇവിടെ പ്ലസ് ഇടുക, ഇവിടെ മൈനസ് ഇടുക, അടുത്തതുണ്ടെങ്കിൽ പ്ലസ് ഇടുക. ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് ഇടുക. എന്നിട്ട് ഇത് ഒരുമിച്ച് അങ്ങനെ ഇടാം. അപ്പോൾ എന്ത് വരും? പ്ലസ് ആയതുകൊണ്ട് മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഈ മൈനസ് വന്നത് ഈ മൈനസ് ആണ് കേട്ടോ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, പിന്നെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ട്രിക്ക് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതിനല്ല ചില ക്വസ്റ്റ്യൻസ്, അതായത് ടാൻ വരുമ്പോൾ എക്സ് സ്ക്വയർ ടാൻ സ്ക്വയർ എക്സ്, എക്സ് ടാൻ സ്ക്വയർ എക്സ്, അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിനൊക്കെ ഇത് നല്ല രീതിയിൽ ആപ്ലിക്കബിൾ ആയിട്ടൊരു ട്രിക്കാണ്, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എഴുതാലോ. അപ്പോൾ എന്ത് കിട്ടി? എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്ത് വന്നു? മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി. ഓക്കെ, എക്സ് വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ എക്സ് പോയി, ഇവിടെ ഒരു ബൈ എക്സ് വരും, ഇവിടെ ഒരു ബൈ എക്സ് വരും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഹോംവർക്ക് ഞാൻ തരുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക, എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലീനിയർ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇത് ഹോംവർക്ക് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി സെറ്റിന് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ഡെമോ സെഷൻ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ സെറ്റിന് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, നമ്മൾ പഠിച്ച പോർഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ of dx by dy plus p of yx is equal to q of y is. Option A, e raised to integral p dx. Option B, e raised to minus integral p dx. Option C, e raised to integral p dy. Option D, e raised to minus integral p dy. വളരെ എളുപ്പത്തിൽ പറയാം, നമുക്ക് നേരെ തിരിച്ചു തന്നേ ഉള്ളൂ. നേരത്തെ dy by dx പ്ലസ് p of x into y equal to q of x. ഇവിടെ നേരെ തിരിച്ചു വന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? e raised to p dy. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഇതുപോലത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചിലപ്പോൾ തിയറിറ്റിക്കൽ ആയിട്ടുള്ളതുമാണ് സെറ്റിന് നമുക്ക് ചോദിക്കാറ്. അപ്പോൾ തിയറി എല്ലാം സെയിം തന്നെയാണ്. സെറ്റിനും നെറ്റിനും പഠിക്കുന്ന പോർഷൻസും തിയറിയും ഇക്വേഷൻസും ഒക്കെ സെയിം ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ ഒരു വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സെറ്റിന് ഇതേപോലെ തിയറിയും ഡയറക്റ്റ് ഇക്വേഷൻസ് ഒക്കെയാണ് ചോദിക്കുക. ഇപ്പോൾ ഓർത്തോഗണൽ കണ്ടീഷൻ ഞാൻ നേരത്തെ നോട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ അതൊക്കെയാണ് നോർമലി ചോദിക്കാറ്.
സെറ്റിന്. അതേസമയത്ത് നെറ്റിനാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നില്ലേ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നെറ്റിന് പ്രതീക്ഷിക്കാം. സെറ്റിനും ഇത് ചോദിച്ചുകൂടാ എന്നില്ല, പക്ഷെ മെജോറിറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ തിയറട്ടിക്കലി ബേസ്ഡ് ഫോർ സെറ്റ്, ബട്ട് ഫോർ നെറ്റ് എക്സാം they are concentrating the problematic questions. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഇതേപോലെ ട്രിക്കുകൾ അടങ്ങിയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലർക്ക് തീരെയൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും, പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ പ്രോബ്ലംസ് ചിലർക്ക് അറിയാൻ പറ്റും, തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യം ഓർമ്മയുണ്ടാവില്ല. രണ്ട് കാര്യവും അറിയാവുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് എന്താണ് ടൈം കിട്ടില്ല. അപ്പോൾ നെറ്റിനും സെറ്റിനും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ടൈം മാനേജ്മെൻ്റ് ആണ്. നമുക്ക് തീരെയൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇത്തരം ഒരു എക്സാംസിന് നമ്മൾ ടൈം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ചില കുറുക്ക് വഴിയൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ട്രിക്കുകൾ, ചില ടിപ്സുകൾ, ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഈ ഒരു കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മൾ അസൈൻമെൻറ്റ്സ് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം, മോക്ക് ടെസ്റ്റിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾക്ക് പുറത്ത് എവിടെ നിന്നെങ്കിലും ക്വസ്റ്റ്യൻസ് വേറെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതൊരു കോച്ചിങ് ആയിട്ടല്ല. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിങ് ഹാൻഡ്സ് ആയിട്ട് നമ്മളുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം. സ്റ്റഡി മാത്രമല്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് നമ്മളൊരു ബൂസ്റ്റിംഗ് നമ്മൾ നൽകും. ഓക്കെ, ചില ട്രിക്കുകളും ടിപ്സുകളും ഒക്കെ വച്ചിട്ട് നമ്മൾ നിങ്ങളുടെ സ്റ്റഡീസ് നമ്മൾ ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ തന്ന ഹോംവർക്കൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു കേട്ടോ.